ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഹെയർ ടിപ്പ് തന്നെയാണ്. ഇതൊരു ഒറ്റമൂലി കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് പക്ക റിസൾട്ട് തന്നെയാണ്. നമുക്ക് കാരണന്മാരായിട്ട് നമുക്ക് പകർന്ന് കിട്ടുന്ന ഓരോ ചില ഒറ്റമൂലികളൊക്കെ ഉണ്ടല്ലോ. അത് ഇപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ. ഇപ്പോഴത്തെ തലമുറ കുട്ടികൾക്കൊക്കെയാണ് അത് മനസ്സിലാവാണ്ട് പോണത്. പക്ഷേ പണ്ടത്തെ ആൾക്കാരുടെ മുടിക്കൊന്നും വലിയ നരയൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനത്തെ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏ, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ എല്ലാവരിലേക്കും എത്തിക്കണത്. അപ്പോൾ ആ കാരണന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ മുടി വളർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യണ കാര്യങ്ങൾ നമുക്ക് കൂടി ഷെയർ ചെയ്ത് തന്നാൽ ചിലതൊന്നും നമ്മൾ വിശ്വസിക്കില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി ഒറ്റമൂലിയാണ്. നമുക്കിതിന് തെരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും അതുപോലെ വീടിൻ്റെ അടുക്കളയിലുള്ള 1, 2 ഐറ്റം കൂടി മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം കറ്റാർവാഴ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും നമ്മളിപ്പോൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. കറ്റാർവാഴയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുഖത്തേക്കായാലും തലയിലേക്കായാലും വെറുതെ തലയിൽ തേക്കാനായാലും നമ്മുടെ താരൻ പോകാനായാലും ഒക്കെ കറ്റാർവാഴ നല്ലതാണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പിൻ്റെ ഇല. എൻ്റെ മിക്ക വീഡിയോസിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കറിവേപ്പില ഇല്ലാത്തൊരു കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു കാര്യം. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കി കാണാനായിട്ട് പറ്റും. കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് നല്ല ഉപകാരമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഭക്ഷണത്തിലൊക്കെ എടുത്ത് ദൂരെ ദൂരെ വലിച്ചെറിയണ ഒരു സാധനമാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില നമ്മൾ ഉള്ളിലോട്ട് കഴിച്ചാലും അതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ തലയിൽ തന്നെ അരച്ച് തേച്ചാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ കാര്യങ്ങൾ അതുപോലെ തന്നെ പോവാനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി കറുപ്പാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം ഈ കറിവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള പാക്കുകളോ അല്ലെങ്കിൽ സ്പ്രേകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കതിലോട്ട് നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞുള്ളി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുഞ്ഞുള്ളി എടുക്കുക. ഇല്ലെങ്കിൽ ഒരു സവാള, ഒരു മീഡിയം സവാളയാണ് നമുക്ക് ഇന്നത്തെ പാക്കിലേക്ക് ഈ 3 ഐറ്റംസ് മാത്രം മതി. ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു പാക്ക് ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിക്ക് വളരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടീനൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിതാ കുറച്ച് കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഈ സൈഡൊക്കെ ചെത്തിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മഞ്ഞ കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു സവോളയാണ്. സവോളയുടെ നീര് നമ്മുടെ മുടിക്ക് തന്നെ തേച്ച് കൊടുത്താലും വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഇതിൽ കൂടെ കൂട്ടി തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ റിസൾട്ട് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നര വരാതെ നോക്കാനായിട്ട് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിലേക്ക് അത് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല നിങ്ങൾ മസ്റ്റായിട്ട് ഏതൊരു പാക്ക് ഇടായാലും കറിവേപ്പിൻ്റെ ഇല നിർബന്ധമായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ച് എടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വേണമെങ്കിലും തലയിൽ തേക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തേക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ കൊറ്റന് ആ പൊടിയൊക്കെ തലയിൽ വരുന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുത്ത് ഇതിൻ്റെ നീര് മാത്രം നമ്മുടെ തലയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിലേക്ക് കൊടുക്കണം. നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ ജ്യൂസ് കഴിക്കണ പോലെ തന്നെ നമ്മൾ തലയിലേക്ക് കൊടുക്കണ ജ്യൂസ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതിലാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്കിയിട്ട് നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് മസാജ് കൊടുക്കണം. വെറുതെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വിരൽ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കോട്ടൺ പഞ്ഞി മുക്കിയിട്ട് തലയോട്ടിമേലൊക്കെ നല്ലപോലെ ആക്കി കൊടുക്കുക. മുടിയുമേലേക്കും തുമ്പ് വരയ്ക്കും നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പച്ചവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നല്ല റിസൾട്ട് തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിയുടെ മണമൊന്നും നിങ്ങൾക്ക് അങ്ങനെ കഴുകി കളഞ്ഞാൽ പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ചിലവർ ഈ ഉള്ളിയുടെ മണം, സവോളയുടെ മണമൊക്കെ മുടിയിലിരിക്കുന്നു വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. സവോള, ഉള്ളി ആയാലും നമ്മുടെ മുടി വളർച്ച കൂട്ടുന്ന ഐറ്റങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഐറ്റംസുകളൊക്കെയാണ്.
അപ്പോൾ നമ്മൾ ആ ഒരു സ്മെല്ലൊന്നും നമ്മളങ്ങനെ ഫീലാക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ നല്ല പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണമൊക്കെ അങ്ങട് പോകും. നമ്മൾ കുളിച്ച് വരുമ്പോൾ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ മുടിയുടെ കാര്യമാണ്. മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് മുടിയൊക്കെ നല്ല രീതിക്ക് വളർന്നു വരുള്ളൂ കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ ചുരുളൻ മുടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര കോല് പോലത്തെ മുടിയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല ഇത് ചുരുളൻ മുടിയായിട്ടാ വന്നേക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ട് ചുരുണ്ട് കയറുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ മുടിയുടെ തുമ്പ് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വലുതായി വരുംതോറും അതിങ്ങനെ കോല് പോലെ ആയി കഴിഞ്ഞാൽ ഒപ്പത്തിന് വളരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ലെന്ന്. ചിലപ്പോൾ ആ മുടിയുടെ തുമ്പിലുണ്ടല്ലോ ഏഹ്, നമ്മളറിയാണ്ട് ചെറിയ ചെറിയ ചീന്തലുകളൊക്കെ പോലെയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞാൽ തന്നെയാണ് ആ വക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഒന്ന് വല്ലാണ്ട് കനം കുറയ്ക്കല്ല, ചെറുതായിട്ടൊന്ന് നിങ്ങളൊന്ന് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ആ മുടികൾ നമുക്ക് ഒപ്പത്തിന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.